അസ്സലാമു അലൈക്കും. ഒരു യാത്രയിലായിരുന്നു. വളരെ അടിയന്തരമായിട്ട് ഒരു കാര്യം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ ധരിപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നൊരു പോസ്റ്റർ കണ്ടു. ആരോഗ്യ ബോധവൽക്കരണം സ്കൂളുകളിലൂടെ. ഞാൻ നോക്കിയിട്ടത് ആരോഗ്യ ബോധവൽക്കരണമല്ല, മരുന്ന് കച്ചവടത്തിൻ്റെ ബോധവൽക്കരണമാണ്. ജപ്പാൻ ജ്വരത്തിന് കൊടുക്കുന്ന എന്തോ ഒരു സാധനം, അതിൻ്റെ മഹത്വം പറയുകയാണ് സ്കൂളുകളിൽ വന്നിട്ട്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളൊന്നും അറിയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരാണെങ്കിൽ അധ്യാപകരറിയേണ്ടത്, അല്ല നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറിയേണ്ടത്, ഈ ബോധവൽക്കരണം കൃത്യമായി നിങ്ങൾക്ക് നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. മാതാപിതാക്കളെയും കുട്ടികളെയും അധ്യാപകരെയും കൂടി ഇരുത്തിയിട്ട് നിങ്ങൾ ഒരു നുണക്കഥ പറയാതെ ശാസ്ത്രീയമായി ഈ വിഷയം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ വീട്ടിലൊരു അനുഭവം പറയാം. ഇതുപോലെ ആരോഗ്യ പ്രവർത്തകരെന്ന പേരിൽ പലരും വന്നു. അവരോട് ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ഉത്തരവും അവർക്കില്ല, ഒരു മറുപടിയും അവർക്കില്ല. ആകെ ഉള്ളത് അൺസയൻറ്റിഫിക്കായ അശാസ്ത്രീയമായ ചില നുണക്കഥകൾ മാത്രമാണ്. അടിസ്ഥാനരഹിതമായ ചില വസൂരി കഥകളും ചില പോളിയോ കഥകളുമാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഈ നിങ്ങൾ കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ നല്ലത് എന്ന് പറയുന്ന വാക്സിൻ നല്ലതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ, ഉറപ്പാണ്. നിങ്ങൾക്ക് അതൊന്ന് ഗ്യാരണ്ടി എഴുതി തരാൻ പറ്റുമോ? അത് പറ്റൂല. പിന്നെ എന്ത് ഉറപ്പാണ് ഉള്ളത്? നിങ്ങൾക്ക് ഉറപ്പില്ല. നിങ്ങളെ മുകളിൽ നിന്ന് അത് കച്ചവടം ചെയ്യാൻ പഠിപ്പിച്ചു, കച്ചവടം ചെയ്യണം എന്ന് പറഞ്ഞു, അതാണ് നിങ്ങളുടെ ധർമ്മം എന്ന് പറഞ്ഞു, നിങ്ങൾ അന്ധമായി അതിനെ വിശ്വസിച്ചു. ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിക്കോട്ടെ. അതുപോലെ ഞാൻ ചോദിച്ചു, എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്? വ്യക്തമായി അറിയൂലെന്ന്. ഞാൻ ചോദിച്ചു, ഇതെടുത്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കമ്പനി പറയുന്ന സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ്? അറിയൂലെന്ന്. പിന്നെ എന്താ അറിയുന്നത്? പണ്ട് വസൂരി ഉണ്ടായിരുന്നു, അപ്പോൾ ഈ കുത്തിവെപ്പ് വന്നപ്പോൾ അത് പോയി. എന്താ അടിസ്ഥാനം? എന്താ ഇതിന് തെളിവ്? തെളിവൊന്നുമില്ല. ഒരു കഥ ഏതോ ഒരാൾ നറേറ്റ് ചെയ്ത് എന്തോ മരുന്ന് കച്ചവടത്തിന് വിട്ട ഒരു അൺസയൻറ്റിഫിക് കഥ ഇതിന്നും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്നും വിശ്വസിക്കാൻ ആളുണ്ടെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത് വിശ്വസിക്കാൻ ആളുണ്ടെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? തീർച്ചയായും പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജപ്പാൻ ജ്വരത്തിന് വാക്സിൻ എന്തോ എടുത്ത് കുറേ കുട്ടികളല്ലേ അഡ്മിറ്റായി എന്ന തരത്തിൽ വാർത്ത വന്നത്. അപ്പോൾ നിങ്ങളുടെ മക്കളെ ഗിനിപ്പന്നികളാക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു വിഷം എടുക്കണോ വേണ്ടെന്നൊക്കെ ഉള്ളത് ഓരോ വ്യക്തികളുടെയും സ്വന്തം താല്പര്യമാണ്. ഞാൻ ആകെ പറയുന്ന ഇത്രയേ ഉള്ളൂ, സ്കൂളുകളിലൂടെ ഇത് നടപ്പാക്കുമ്പോൾ നിങ്ങൾ മനുഷ്യത്വപരമായിട്ടാണോ മനുഷ്യത്വ വിരുദ്ധമായിട്ടാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു കോമൺ സെൻസ് വേണം. അമേരിക്കൻ കമ്പനികൾക്ക്, അമേരിക്കൻ മരുന്ന് മാഫിയകൾക്ക് ലാഭമുണ്ടാക്കാനും ലാഭം കൊയ്യാനുമുള്ള ഒരു മണ്ണായി കേരളം മാറാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുകൂടി പറയുകയാണ്. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും.